അല്ല ജഗദീഷ് അല്ല ജഗദീശനെ വിളിക്കാം. അവൻ പാട്ടി, അവൻ റാസ്കൽ. എന്തത് സംഭവം? നാണോ മാനോ ഉണ്ടോ ഇയാൾക്ക്? ഇയാൾ സംസാരിക്കുന്ന രീതി കേട്ടില്ലേ? രാവിലെ പണ്ട് തൊട്ടേ ഇയാളുടെ ഫോൺ കോളും കാര്യങ്ങളും എല്ലാം ഭയങ്കര രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ഇത് ഓൺ ചെയ്യണില്ല. ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചോന്റെ അമ്മയ്ക്ക് ആദ്യം വിളിക്കണം. ഇന്ന് രാവിലെ പുതിയൊരു വോയിസും കൂടെ പുറത്തിറങ്ങി വന്ന് കളിക്കുന്നുണ്ട് നമ്മുടെ മുകേഷ്. ഒരു തെറ്റ് ഏത് അച്ഛനും പറ്റും, പിന്നെയല്ലേ കൊച്ചച്ഛൻ. ഒരു തെറ്റ് ഇയാൾക്ക് എന്നാ തെറ്റ് പറ്റാത്ത? സ്ഥിരമായിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്തിനാണെന്നോ എന്തോ ഇയാളൊക്കെ പിടിച്ച് MLA ആക്കിയത് എനിക്ക് ഇപ്പോഴും അറിയാൻ വയ്യ. എനിക്കിത് അറിയാൻ വയ്യ. അതായത് ഇതുപോലെ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരാളെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? ഇന്ന് രാവിലെ പുറത്തു വന്ന ആ വോയിസ് നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ഒരു കാര്യമില്ലാതെ നടൻ ജഗദീശനെ വരെ ഇയാള് അനാവശ്യം പറയുന്നുണ്ട്. എന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാ സാറേ. ഹലോ മുകേഷ് ചേട്ടാ. ഞാൻ ആരാണോ? ഞാൻ നിന്റെ തൊണ്ട. മുകേഷ് ചേട്ടാ, മറ്റേ മുകേഷിന്റെ ഒക്കെ പുതിയൊരു പടം വരുന്നുണ്ടല്ലോ, അത് ഉടനെ വല്ല റിലീസ് ആകുമായിരുന്നു. മറ്റേ പഴയ ജഗദീഷ് ചേട്ടന്റെ എന്താ തന്റെ നാക്ക് കൊഴിഞ്ഞിരിക്കുന്നത്? എവിടുന്നാണ്? തിരുവല്ലയെന്ന്. ഞങ്ങൾക്ക് ബോധമില്ലെന്ന് തോന്നുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ടീച്ചറെ, അവർ രണ്ടുപേരും ചാരായം കുടിച്ച് പൂസായിരിക്കാം. ഇയാളെ ഫോണിൽ വിളിക്കുമ്പോൾ മാത്രമാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ. മാത്രമേ ഉള്ളൂ പ്രശ്നം, വേറെ ആർക്കും പ്രശ്നമില്ല. ഒരാളെ വിളിക്കുമ്പം ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് ഇന്നാരാന്ന് വിളിക്കുന്നത്. ഇപ്പൊ സംസാരിക്കാൻ പറ്റുമോ? സോറി മുകേഷ്. ഒന്നും അറിഞ്ഞോണ്ടല്ലോ അണ്ണാ, പിന്നെ മനഃപൂർവ്വം. അതെ, സാമാന്യ മര്യാദ വിളിച്ചിട്ട് ഇപ്പൊ പുതിയ പടത്തിന്റെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അല്ല ജഗദീഷ് ചേട്ടാ, അല്ല മുകേഷ് ചേട്ടാ. ജഗദീശനെ വിളിക്കാം. അവൻ പാട്ടി, അവൻ റാസ്കൽ. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന്. ജഗദീഷ് ചേട്ടനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവൻ പട്ടി റാസ്കലെന്ന് ആലോചിക്കുക. ഇയാൾക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട്. എടാ സാമദ്രോഹി, നിനക്ക് ചില്ലറക്കടിയോ നല്ലല്ലടാ. ഇനി ഇവൻ ആരെങ്കിലും തൊട്ടാ ഞാൻ നിന്നെ ആയിരിക്കും പൊക്കുന്നത്. ഇയാളുടെ പേരിൽ എത്ര കേസ് വന്നു. സ്റ്റിൽ എന്നിട്ട് MLA സ്ഥാനമായിട്ട് ഇയാൾ നാണം കെട്ട് കയറിയിരിക്കുമായിരുന്നു. ഈ ചാരുകസേര പോലും എന്നോട് എന്റെ മേത്തുനിന്ന് ഇറങ്ങി പോടാ പറയും പോലെ. ജഗദീഷിനെ പോലെയുള്ള ഒരു മനുഷ്യൻ ഇന്നേ വരെ ഒരു മനുഷ്യനെ പറ്റിച്ചപ്പോന്ന് പറയുന്നതൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഇയാൾക്ക് ബോധം ഉണ്ടെന്ന് പോലും എനിക്കറിയാം ഇയാളുടെ സംസാരം കേട്ടിട്ട്. സാരമില്ല ബാലു, അവൻ പൊട്ടനെ വെളിവില്ലാതെ ഓരോന്ന് പറഞ്ഞതാ. അപ്പൊ ഇറങ്ങട്ടെ മക്കളെ.